ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മളൊരു വണ്ടിയുടെ ചെറിയ സ്ക്രാച്ചസ് എങ്ങനെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഈ തവണ നമ്മളൊരു വണ്ടി ഫുള്ളായിട്ട് എങ്ങനെ പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഒരു 2016 മോഡൽ എഫീസറാണ്. ഈ വണ്ടി ശരിക്കും ബ്ലാക്ക് കളറായിരുന്നു. അപ്പം കാലക്രമേണ യൂസ് ചെയ്ത് അതുപോലെ തന്നെ വാഷ് ചെയ്യുന്നതിൻ്റെയും കുറച്ച് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സൺലൈറ്റൊക്കെ അടിച്ച് ഈ വണ്ടി ഫുള്ളായിട്ട് ഫെയ്ഡായി പോയേക്കുവാണ്. ഫെയ്ഡായിട്ടൊരു മാറ്റ് കളറാണ് ഈ വണ്ടിക്ക്, ഫുള്ളൊരു മാറ്റ് കളറാണ്. അപ്പോൾ നമ്മളിന്ന് വണ്ടി ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാൻ പോകണം. റീസ്റ്റോർ ചെയ്ത് ആ ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറക്കണം ആ ഒരു കളറിലോട്ട് നമ്മളിന്ന് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ പോളിഷ് ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ ടാങ്ക്, അതുപോലെ തന്നെ ഈ ഒരു ഹെഡിലെ ഈ ഒരു പീസ്, പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിലെ മഡ് ഗാർഡ്, പിന്നെ ഈ സൈഡിലെ ഒരു പീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കിലൊരു ടെയിൽ പീസ് ഉണ്ട്. ഈ ഒരു പീസ് കൂടിയാണ് നമ്മളിന്ന് പോളിഷ് ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് റീസ്റ്റോറേഷനാണ് നമ്മുടെ പ്ലാന്. അപ്പം നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് ആ കൂടി വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ 3 സാധനങ്ങൾ മതി. കുറച്ച് വേസ്റ്റ്, അതായത് കുറച്ച് വൈറ്റ് കളർ കോട്ടൺ വേസ്റ്റ്, അതുപോലെ തന്നെ ഒരു റബ്ബിംഗ് കോമ്പൗണ്ട്, 3Mൻ്റെ ആണ് റബ്ബിംഗ് കോമ്പൗണ്ട്. 3Mൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ 3Mൻ്റെ ഒരു വാക്സ് ആണ്. ഈ സാധനങ്ങൾക്ക് ഏകദേശം എല്ലാത്തിനും കൂടി 250 രൂപ വില വന്നിട്ടുള്ളൂ. ഇതിന് ഏകദേശം 130 രൂപ വില വന്നിട്ടുണ്ട്. ഈ വാക്സിനാണെങ്കിൽ ഒരു 100 രൂപ വില വന്നിട്ടുണ്ട്. പിന്നെ ഈ വേസ്റ്റ് ആ കൂടി 20 രൂപ വിലയുള്ളൂ. ഈ വേസ്റ്റാണ് 20 രൂപ വിലയുള്ളൂ. വേസ്റ്റ് എപ്പോഴും മേടിക്കുമ്പം വൈറ്റ് കളർ വേസ്റ്റ് മേടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വാക്സും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും 3Mൻ്റെ ഒക്കെ മേടിക്കാൻ ശ്രമിക്കുക. 3M ഒരു അത്യാവശ്യം ഒരു നല്ല ബ്രാൻഡാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 3Mൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3M അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം കാലക്രമേണ എല്ലാ വണ്ടികൾക്കും, ഇതുപോലുള്ള ബ്ലാക്ക് കളർ വണ്ടികൾക്കെല്ലാം ഈ ഒരു ഫേഡിങ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആക്റ്റീവ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ആക്റ്റീവ് ഒക്കെ ഫുള്ളായിട്ട് ഫേഡായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഒന്നെങ്കിൽ ഷോറൂമിൽ കൊടുത്ത് പോളിഷ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു വണ്ടി ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 700 രൂപ ചിലവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 250 രൂപ സാധനം മേടിച്ച് സുഖമായിട്ട് 2 വണ്ടി വരെ പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഒരു വണ്ടി പോളിഷ് ചെയ്യുന്നതിലും നോക്കാം. പോളിഷ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് എടുക്കുക. നമുക്ക് ആദ്യം ഈ ഒരു ടാങ്കായിട്ട് തന്നെ പോളിഷ് ചെയ്യാം. നമുക്കൊരു പാർട്സ് ആയിട്ട് പോളിഷ് ചെയ്യാം. അത് നമുക്ക് ടാങ്കാണ് പോളിഷ് ചെയ്യേണ്ടത്. ടാങ്ക് പോളിഷ് ചെയ്യാനായിട്ട് കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട്, ആദ്യം തന്നെ കുറച്ച് വേസ്റ്റ് എടുക്കണം. കുറച്ച് വേസ്റ്റ് എടുക്കുക, ഇതുപോലെ കുറച്ച് വേസ്റ്റ് എടുക്കുക. പിന്നെ റബ്ബിംഗ് കോമ്പൗണ്ട് കുറച്ചായിട്ട് അപ്ലൈ ആവുള്ളൂ, അധികം അപ്ലൈ ചെയ്യണ്ട. അങ്ങനെ റബ്ബിംഗ് കോമ്പൗണ്ട് മുകളിലെ ഔട്ടർ ലെയർ, അതായത് മുകളിലെ ഈ ഒരു ക്ലിയർ കോട്ടിൻ്റെ ഒരു ലെയർ ഇങ്ങ് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് അപ്ലൈ ആവുള്ളൂ. ഇങ്ങനെ ലേശം അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറച്ച് ഏരിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഓരോ പാർട്സ് ആയിട്ട് ചെയ്ത് വിടുക. മൊത്തത്തിൽ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ പോളിഷ് ചെയ്യുന്ന മുമ്പ് വണ്ടി ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത്, അതായത് നിങ്ങൾ ആ പോളിഷ് ചെയ്യുന്ന ഭാഗത്ത് ഒരിക്കലും ചെളി ഉണ്ടാവരുത്, അതുപോലെ വെള്ളം ഉണ്ടാവരുത്. വണ്ടി ഫുള്ളായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പോളിഷ് ചെയ്യുക. ഇല്ലെങ്കിൽ വാട്ടറായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അവിടെ ഒരു ഫേഡ്നെസ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ മുഴുവൻ. എന്നിട്ട് ഈ വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിങ് മോഷനിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാർട്സ് ഫുള്ളായിട്ട് റബ്ബ് ചെയ്യണം. ശരിക്കും നന്നായിട്ട് റബ്ബ് ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം പ്രഷർ ചെയ്ത് റബ്ബ് ചെയ്യുക. അധികം പ്രഷർ കൊടുക്കരുത്, കാരണം പെയിൻറ്റ് പോരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ ജസ്റ്റ് വണ്ടി അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു ടാങ്ക് ഫുള്ളായിട്ട് പോളിഷ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കയറ്റി വെക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കറുത്ത് വന്നിട്ടില്ല. ശരിക്കും ചെളി പോകാനാണ്, ഇതിൻ്റെ ആ ചെളി പോകാനാണ് ശരിക്കും. ഇനി ജസ്റ്റ് വണ്ടി അകത്തോട്ട് കയറ്റി വെക്കുകയാണ്. ഭയങ്കര വെയിലാണ്, ഇവിടെ ഭയങ്കര ചൂടാണ്. സോ അകത്തോട്ട് കയറ്റി വെച്ചതിൻ്റെ ബാക്കി വീഡിയോ വരാം. ഗൈസ്, ഞാനിപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് പിടിക്കേണ്ടത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഒരു ഏകദേശം ഉള്ള പെയിൻ്റുള്ള ഭാഗം ഫുൾ പാർട്സ്, ഈ ഒരു ടാങ്ക് ഫ്രണ്ടിൽ ഈ ഒരു പാർട്സ് ഫുള്ളായിട്ട് ഞാൻ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം ആ ഒരു ചെളികളെല്ലാം പോയിട്ട് ഒരു ചെറിയൊരു ഗ്ലോസിനെസ് വന്നിട്ടുണ്ട്. എന്നാലൊരു മങ്ങലുണ്ട്. ആ റബ്ബിംഗ് കോമ്പൗണ്ടിൻ്റെ ആ ക്രീം ഇരിക്കണതാണ്. അപ്പം ഞാൻ ശരിക്കും ഫുള്ളായിട്ട് ഈ ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോളിഷ് ചെയ്യലാണ്. 3Mൻ്റെ വാക്സ്, അതായത് ഈ വാക്സ് യൂസ് ചെയ്താൽ നമ്മൾ പോളിഷ് ചെയ്യണേ. അതിനും ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേസ്റ്റിൽ ഇതുപോലെ ചെളി വന്നു കഴിയുമ്പോൾ വേസ്റ്റ് അപ്പോൾ തന്നെ മാറ്റി കളയുക. രണ്ടാമത് വേസ്റ്റ് എടുക്കുക. കാരണം ആ ഒരു ചെളി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട് ഒരു ഭാഗം എളുപ്പത്തിനായിട്ട് ആ സീറ്റ് ഊരി, അതുപോലെ തന്നെ ഇവിടുത്തെ 1-2 നട്ട്സ് ഊരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ വേസ്റ്റ് കളയുക. വേസ്റ്റ് ആവശ്യമില്ല നമുക്ക്. ഇനി വേറെ വേസ്റ്റ് എടുക്കുക. ഇതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് വേസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സെയിം സ്റ്റെപ്പ് ഇതുപോലെ തന്നെ വാക്സ് എടുക്കുക. ഈ വാക്സ് പൊട്ടിക്കുന്നുണ്ടോ? വാക്സ് ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു. വാക്സ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊട്ടിക്കുക. വാക്സ് കുറച്ചുകൂടി ലൂസാണ്. റബ്ബിംഗ് ക്രീം എപ്പോഴും കുറച്ചുകൂടി ടൈറ്റാണ്. ക്രീം പോലെ ഇരിക്കണം. ഇതൊരു ലിക്വിഡാണ്, ഇത് കുറച്ചുകൂടി ലൂസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പ് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അധികം അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് ഇടിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈ ക്ലിയർ കോട്ടുള്ള ഈ മൈനർ സ്ക്രാച്ചസും ചെളി അതുപോലെയുള്ള പാടുകളെല്ലാം തന്നെ ഇങ്ങ് പോരും. ഗൈസ്, അപ്പോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഈ വാക്സ് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. ഇതുപോലെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. സെയിം സ്റ്റെപ്പ്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വേസ്റ്റ് ഇട്ട് എപ്പോഴും പിടിക്കുമ്പോൾ ഈ ഒരു റൗണ്ടിങ് മോഷൻ മാത്രമാണ് ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ മറ്റേത് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഇനി ഫുള്ളായിട്ടൊന്ന് വാക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോകണം. കാരണം ഫുള്ളായിട്ട് വാക്സ് ചെയ്തിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം.
ഗൈസ് ഞാൻ ഇപ്പോൾ വണ്ടി ഫുള്ളായിട്ട് വാക്സ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫുള്ളായിട്ട് വാക്സ് ചെയ്തിട്ടുണ്ട്. ഈ നോക്കി അറിയാം നിങ്ങൾ ഫുള്ളായിട്ട് ഞാൻ ഏരിയ ഫുൾ വാക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ ഒരു മങ്ങൽ വന്നിട്ടില്ല. നിങ്ങൾ വാക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കാരണം വാക്സ് ഫുള്ളായിട്ടൊന്ന് ബോഡിയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് 2 മിനിറ്റ് ഉണങ്ങാൻ ഒരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ നല്ല കുറച്ച് ക്ലോത്ത് എടുക്കുക. പഴയ ക്ലോത്ത് എടുക്കരുത്, കുറച്ചൊരു നല്ല വൈറ്റ് ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു റൗണ്ടിങ് മോഷനിൽ ചെയ്യുക. പഴയപടി തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു ഗ്ലോസിങ് വന്നിട്ടില്ല. കണ്ടിട്ട് ഇത് നന്നായിട്ട് റബ്ബ് ചെയ്യണം. ആ ഒരു ഗ്ലോസിനെസ് കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ആ വണ്ടി എങ്ങനെ ഷോറൂം ഇറക്കണം അതുപോലെ ഒരു ഫുള്ളായിട്ട് ഗ്ലേസിങ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. കാരണം നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. കാരണം ഒരു ഫുള്ളായിട്ട് വണ്ടി ഇങ്ങനെ ഗ്ലോസ് ചെയ്ത് കയറി വരുമ്പം. അപ്പോൾ എന്തായാലും ഞാനിത് ഫുള്ളായിട്ടൊന്ന് റബ്ബ് ചെയ്യണം. വണ്ടി ഫുള്ളായിട്ട് റബ്ബ് ചെയ്യണം. അപ്പോൾ ഇത് വണ്ടി ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആ മാറ്റം ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഗൈസ് ഞാൻ ഇപ്പോൾ വണ്ടി ഫുള്ളായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി നോക്കിയാൽ തന്നെ അറിയാം വണ്ടി ഫുള്ളായിട്ട് ഗ്ലേസിങ് ആണ്. നല്ല ഗ്ലേസിങ് ആണ്. ഫുള്ളായിട്ട് വെട്ടിത്തിളങ്ങാണ്. ഷോറൂമിൽ നിന്ന് എങ്ങനെ ഒരു വണ്ടി ഇറക്കണം അതുപോലെ ഒരു ഫുള്ള് ഗ്ലേസിങ് ആണ് വണ്ടി. ഇപ്പോൾ ആ ഒരു പെയിൻറ്റ് അതേ ഒരു കണ്ടീഷനാണ് വണ്ടി ഇപ്പോൾ ഇരിക്കണേ. നിങ്ങൾ നേരത്തെ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ കാണിച്ചു തരാം. നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ വണ്ടി ഇങ്ങനെ ഇരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൺവേർട്ട് ആയേക്കണേ. നിങ്ങൾ നോക്കി തന്നെ അറിയാം ആ ഒരു പോളിഷ് ചെയ്തേക്കുന്ന ഫുൾ പാർട്സിൽ ഫുള്ളായിട്ട് ഗ്ലേസിങ്. ആ ഒരു നേരത്തെ ഒരു മങ്ങലെല്ലാം പോയി. അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസ് എല്ലാം പോയിട്ട് പഴയ ഒരു കണ്ടീഷനോട്ട് കയറി വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ വളരെ സിമ്പിളാണ് പോളിഷ് ചെയ്യാൻ. ഏകദേശം 250 രൂപ ചിലവ് നിങ്ങൾക്ക് അതിനുള്ള പോളിഷ് ചെയ്യാനായിട്ട്. 250 രൂപ ചിലവ് 2 വണ്ടികൾ നിങ്ങൾക്ക് പോളിഷ് ചെയ്യാം. അപ്പോൾ പോളിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Mൻ്റെ അതായത് നല്ല കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് അതുപോലെ തന്നെ വാക്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വൈറ്റ് കളർ വേസ്റ്റ് മാത്രം മേടിക്കുക. പിന്നെ എപ്പോഴും വേസ്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചെളി പറ്റി കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ റൗണ്ടിങ് മോഷനിൽ തന്നെ എപ്പോഴും പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്താൽ എന്നാൽ ആ ഒരു ഭാഗത്തെ ചെളിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും തന്നെ വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ. വെറുതെ 10,000 രൂപ കൊടുത്ത് കടയിൽ കൊടുത്ത് പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.